ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ സെപ്റ്റംബർ 14 നിശ്ചയിച്ചിരുന്ന അസിസ്റ്റന്റ് ജയിലറിൻ്റെ പരീക്ഷയും അതുപോലെ സെപ്റ്റംബർ 18 നിശ്ചയിച്ചിരുന്ന എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷയും നവംബർ 11, 17 തീയതികളിലേക്ക് മാറ്റിവെച്ചതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയിപ്പാണ് ഉദ്യോഗാർത്ഥികൾക്ക് എത്തിക്കുന്നത്. അപ്പം ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ പരീക്ഷ സെപ്റ്റംബർ 14 നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അത് നവംബർ 11 മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ സെപ്റ്റംബർ 28 നിശ്ചയിച്ചിരുന്നത്. നിലവിലത് നവംബർ 17 മാറ്റിവെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഇനിയും നിങ്ങൾക്ക് 90 ദിവസം കൂടി ലഭിക്കുകയാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ പരീക്ഷകൾക്ക് പഠിക്കാൻ ഇനിയും 90 ദിവസം കൂടി ലഭിക്കുകയാണ്. അത് തീർച്ചയായും നല്ലൊരു വാർത്തയാണ് അവരെ സംബന്ധിച്ച്. എന്നാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു നിരാശാജനകമായ വാർത്ത തന്നെയാണ്. കാരണം പരീക്ഷയ്ക്ക് ഇനിയും കാത്തിരിക്കണം, ഇനിയും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മറ്റുള്ള പരീക്ഷകൾക്ക്, ഇത് കഴിഞ്ഞ ശേഷം മറ്റുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം എന്ന് കരുതിയ ഉദ്യോഗാർത്ഥികൾക്കും നിരാശാജനകമായിട്ടൊരു വാർത്തയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തിനെങ്കിലും സൂചനയാണോ എന്നൊരു ചിന്തയും കൂടി പലരും പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷെ റിസൾട്ട് ഇതുവരെ എത്തിയിട്ടില്ല. സാധാരണ യോഗ നടപടികളൊക്കെ പൂർത്തിയായ ശേഷം യോഗ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ റിസൾട്ടുകൾ വന്ന് തുടങ്ങേണ്ടതാണ്. ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും റിസൾട്ടുകൾ എത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ടത്തേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ അന്നും വന്നില്ലെങ്കിൽ നാളെ ഹോളിഡേ ആണ്, പിന്നെ തിങ്കളാഴ്ചയാണ്. റിസൾട്ടുകൾ ഇന്ന് അനന്തമായി നീളുന്നു. അപ്പോൾ റിസൾട്ടുകൾ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടതിൻ്റെ ഫലമായിട്ടാണോ ഈ പരീക്ഷാ തീയതി നീട്ടിയത് എന്നതുള്ള വളരെ എല്ലാവരും പ്രകടിപ്പിക്കുന്നൊരു മാന്യമായ സംശയമാണ്. ഒരുപക്ഷെ അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാതെ തന്നെ ഇനിയും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഏത് പരീക്ഷയാണ് ഫോക്കസ് ചെയ്യുന്നത്? കമ്പനി ബോർഡ് ആണെങ്കിൽ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി, അസിസ്റ്റന്റ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. പഠനം നന്നായി നടക്കട്ടെ, ഊർജ്ജമായി നടക്കട്ടെ, അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടെ തന്നെ നടക്കട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.